വലിയ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ മതപ്രസംഗ പരമ്പര നടത്താറുണ്ട്. ഇവിടെ ഈ മതപ്രസംഗ പരമ്പര കൊണ്ട് അനേകം ആളുകൾക്ക് നല്ല ഫലമുള്ളതായി എൻ്റെ 8 കൊല്ലത്തെ ജീവിതത്തിനിടക്ക് പലരും എന്നോട് പറഞ്ഞതിൽ നിന്ന് എനിക്ക് എന്നെ ബോധ്യമുണ്ട്. അതിൽ നിസ്കാരത്തെപ്പറ്റിയും നോമ്പിനെപ്പറ്റിയും കുടുംബ ജീവിതത്തെപ്പറ്റിയും മക്കളെ വളർത്തുന്നതിനെപ്പറ്റിയും അങ്ങനെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നല്ല കഴിവുള്ള ഉലമാക്കൾ ഉസ്താദുമാർ ഇവിടെ വഴുതു പറഞ്ഞു പോകാറുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളെ ബാധിക്കുന്ന ഒരു വളരെ വലിയ അപകടത്തെ സംബന്ധിച്ചാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, ദീനുൽ ഇസ്ലാം ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദീനുൽ ഇസ്ലാമിലേക്ക് ദഅവത്ത് നടത്തിയ കാലത്ത് അള്ളാഹുവിന്റെ റസൂലിനെ സഹായിക്കാൻ, സാമ്പത്തികമായി സഹായിക്കാനോ അല്ലാത്ത നിലക്ക് സഹായിക്കാനോ വിരലുകൊണ്ട് എണ്ണാൻ പറ്റിയ 5ഓ 10ഓ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ വലിയ വലിയ പണക്കാരും രാഷ്ട്രീയക്കാരും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ആ കൂടെയുള്ള കുറഞ്ഞ വിശ്വാസികളെയും എല്ലാ അർത്ഥത്തിലും ആക്രമിക്കാനും അവരെ ഇല്ലായ്മ ചെയ്യാനും ഈ ദീനുൽ ഇസ്ലാമിന്റെ വെളിച്ചത്തെ ഊതിക്കെടുത്താനും അവരുടെ എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും കൂട്ടർക്കും മക്ക വിട്ടുകൊണ്ട് മദീനയിലേക്ക് ഹിജ്റ പോകേണ്ടി വന്ന അവസ്ഥ വരെ നമുക്കറിയാം. കാരണം മക്കത്ത് എല്ലാവരും ദീനുൽ ഇസ്ലാമിനും അതിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അനുയായികൾക്കും എതിരായിരുന്നു. മദീനക്കാർ അള്ളാഹുവിന്റെ റസൂലിനെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ നാട്ടിലേക്ക് വരൂ, അഖിം മഅനാ ഫിൽ അദദി വൽ ഉദദി, അങ്ങേക്ക് വേണ്ട സഹായം, അങ്ങേക്ക് വേണ്ട സന്നാഹം, സൗകര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞ് അവര് മദീനയിലേക്ക് ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ ചെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ദീനീ ദഅവത്തിന് വേണ്ടിയുള്ള സഹായം ഏതൊക്കെ വിധേന ജനങ്ങളിൽ നിന്ന് ലഭിക്കുമോ ആ രീതിയിലൊക്കെ അവരോട് സഹായിക്കാൻ പറഞ്ഞു. അപ്പോഴാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സമ്പത്ത്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രോപ്പർട്ടി, അത് ദീനുൽ ഇസ്ലാമിന് വേണ്ടി നിങ്ങൾ ചെലവഴിക്കാൻ തയ്യാറാകുമ്പോഴേ നിങ്ങൾ നന്മ ചെയ്തവരാവുകയുള്ളൂ, നിങ്ങൾ നല്ല കാര്യം ചെയ്തവരാവുകയുള്ളൂ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വത്ത് അത് ഈ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ചെലവഴിക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്ന് പറഞ്ഞ ഖുർആനിക സൂക്തം അവതരിപ്പിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് സ്വഹാബാക്കളോട് പറഞ്ഞു, സ്വഹാബാക്കളെ, പരിശുദ്ധ ഖുർആൻ ഇതാ നിങ്ങൾക്ക് ഒരു ഉത്തരവ് നൽകിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് അത് നിങ്ങൾ ദീനുൽ ഇസ്ലാമിന് വേണ്ടി വഖഫ് ചെയ്യണം എന്ന് പറയുകയാണ്. ബഹുമാനപ്പെട്ട അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അതാ തന്റെ ഏറ്റവും പ്രസിദ്ധമായ ഏറ്റവും വില കൂടിയ ഇന്നത്തെ കണക്കിന് കോടിക്കണക്കിന് രൂപ മൂല്യമുള്ള തന്റെ ബൈറുഹാ എന്ന് പറയുന്ന വലിയ ഒരു തോട്ടം, നിറയെ ഈത്തപ്പനകളുണ്ട്, മാത്രമല്ല ഇടവിളകളായി മുന്തിരിയുണ്ട്, നല്ല ജലസേചന സംവിധാനമുണ്ട്, ഇറിഗേഷനുണ്ട്. മദീനയിലെ ഏറ്റവും വില കൂടിയതും ഏറ്റവും മുന്തിയതുമായ തോട്ടം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് നിങ്ങൾ വഖഫ് ചെയ്യണം. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അതാ ആ ബീറുഹാ അല്ലെങ്കിൽ ബൈറുഹാ എന്ന് പറയുന്ന തോട്ടം വഖഫ് ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ടവരെ, ഖൈബറിൽ ബഹുമാനപ്പെട്ടവർക്ക് ലഭിച്ച വലിയ ഒരു ഭൂമി
എത്രയോ ഏക്കറുകളുള്ള ഭൂമി എന്ന് മാത്രമല്ല, ഏറ്റവും നല്ല കൃഷി നടത്തപ്പെട്ടിരുന്ന ഭൂമി ബഹുമാനപ്പെട്ടവരതാ ദീനുൽ ഇസ്ലാമിന് വേണ്ടി വഖഫ് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെയും സ്വഹാബാക്കളോട് ഉത്ബോധനം നടത്തുകയാണ്. ഒരിക്കൽ അള്ളാന്റെ റസൂൽ അവരോട് വഅള് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഇദാ മാത്തൽ ഇൻസാനു ഇൻഖത അമലുഹു ഇല്ലാ മിൻ തലാസ്. വലിയ ധനാഢ്യനാണ്, കോടീശ്വരനാണ്, ലോകത്തെ വറപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റാണ്, അല്ലെങ്കിൽ ലോകത്തെ മുതലാളിമാരുടെ കൂട്ടത്തിലെ നമ്പർ 1 ആണ് എന്ന് ലോകത്തെ തന്നെ റെക്കോർഡ് ബുക്കിൽ രേഖപ്പെടുത്തപ്പെട്ട ആളാണ്. പക്ഷേ എത്ര വലിയ മുതലാളിയായിട്ടും ബില്യണറായിട്ടും മില്യണറായിട്ടും കാര്യമില്ല. മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകുന്നത് പ്രിയപ്പെട്ടവരെ ആ കഫൻ പുട മാത്രമാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇദാ മാത്തൽ ഇൻസാനു ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്. അവന് എന്നും അവശേഷിക്കണമെങ്കിൽ മരണപ്പെട്ടതിന് ശേഷവും ഫലപ്പെടുന്ന രീതിയിൽ ശേഷിക്കുന്നതായി 3 കാര്യമാണുള്ളത്. ആ 3 കാര്യത്തിൽ ഒന്നാമതായി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് സ്വദഖത്തിൻ ജാരിയ, ജാരിയായ സ്വദഖയാണ്. ഈ ജാരിയായ സ്വദഖ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം വഖഫാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ വിശദീകരിച്ച കാരണത്താൽ സുബ്ഹാനല്ലാഹ് മാ ബഖിയ അഹദും മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹു മഖ്ദിറത്തുൻ ഹത്താ വഖഫ എന്ന് ഹദീസിൽ സ്വഹീഹായി വന്നത് കാണാം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ പ്രോത്സാഹനവും ഈ ഉത്ബോധനവും കേട്ടതിന് ശേഷം എന്തെങ്കിലും ചെറിയ ഒരു സ്വത്ത് തന്നെയെങ്കിലും കൈവശമുള്ള ആൾ, സ്വഹാബാക്കളെ കൂട്ടത്തിൽ എല്ലാവരും ഒന്നൊഴിയാതെ വഖഫ് ചെയ്യാൻ തയ്യാറായി എന്ന് പ്രിയപ്പെട്ടവരെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. ചുരുക്കി പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ വഖഫ് എന്ന് പറയുന്നതിനെ ഏറ്റവും വലിയ ഒരു പുണ്യകർമ്മമായി തന്നെ കാണാനുണ്ടായ കാരണം ഖുർആനും ഹദീസും മാത്രമല്ല, സ്വഹാബാക്കളുടെയും മുൻഗാമികളുടെയും ഒക്കെ പ്രോത്സാഹനങ്ങളും ഉപദേശങ്ങളുമൊക്കെ ആ വഖഫിനെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു. ലോകത്ത് പ്രിയപ്പെട്ടവരെ ഇന്ന് ലക്ഷക്കണക്കിന് പള്ളികളുണ്ട്, മദ്രസകളുണ്ട്, ഖബർസ്ഥാനുകളുണ്ട്. അതുപോലെ തന്നെ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി, യാത്രക്കാർക്ക് യാത്രാവേളയിൽ തങ്ങാൻ വേണ്ടി, അതുപോലെ തന്നെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ മദ്രസകൾ, അതുപോലെ തന്നെ ഹോസ്റ്റലുകൾ, അതുപോലെ നാട്ടിൽ റോഡുകൾ ഉണ്ടാക്കാൻ വേണ്ടി, പാലങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, ജനങ്ങൾക്ക് ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ മാറി അവരുടെ ജീവിതം സുഗമമാക്കാൻ വേണ്ടി, നിങ്ങൾക്കറിയാമോ, ലോകത്ത് കോടാനുകോടി ഡോളറിന്റെ വഖഫുകൾ എല്ലാ രാജ്യങ്ങളിലുമുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കണം. ഇസ്ലാമില് മാത്രമാണ് ആ രീതിയിലുള്ള ഒരു വഖഫ് സമ്പ്രദായം ഉണ്ടായത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫത്തുൽ മുഹ്താജിൽ രേഖപ്പെടുത്തിയതും കാണാം. ഇങ്ങനെയുള്ള ഒരു പ്രത്യേക സംവിധാനം അത് ലോകത്ത് മറ്റെവിടെയുമില്ല. ലോകത്ത് എക്കാലത്തും നമ്മുടെ ദീനീ പ്രവർത്തനങ്ങളെല്ലാം നിലനിന്നത് ആ വഖഫ് കൊണ്ടാണ്. പള്ളി ആകണമെങ്കിൽ, അഥവാ മസ്ജിദ് ആകണമെങ്കിൽ അത് വഖഫ് ചെയ്യൽ നിർബന്ധമാണ്. ഒരു റൂം തയ്യാറാക്കി അവിടെ നിസ്കരിച്ചു എന്നതുകൊണ്ട് മാത്രം, അവിടെ ജമാഅത്ത് നടത്തി എന്നതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ അവിടെ ജുമുഅ നടത്തി എന്നതുകൊണ്ട് മാത്രം അത് പള്ളിയാവുകയില്ല. മറിച്ച് അത് പള്ളിയായി വഖഫ് ചെയ്യണം. അങ്ങനെ ലക്ഷക്കണക്കിന് പള്ളികളും മദ്രസകളും അതുപോലെ തന്നെ പാവങ്ങൾക്ക് താമസിക്കാനുള്ള ഹോസ്റ്റലുകളും
അനവധി സ്കൂളുകളും മുസാഫിർ ഖാനകളും അതുപോലെ തന്നെ കുതുബിയത്ത് നടത്താനും റാത്തീബ് നടത്താനുമായി നേർച്ചയാക്കപ്പെട്ട വഖഫ് ചെയ്യപ്പെട്ട സ്ഥാപനങ്ങളും ഇതൊക്കെ ലോകത്ത് എല്ലായിടത്തുമുള്ളതാണ് പ്രിയപ്പെട്ടവരെ. ചുരുക്കി പറഞ്ഞാൽ വഖഫ് ഇല്ല എന്ന് പറയുന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ ദീനുൽ ഇസ്ലാം ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം ദീനുൽ ഇസ്ലാം നിലനിൽക്കുന്നത് ഈ വഖഫ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ ഇല്ലാതെയാക്കാൻ ഒരു വഴിയാണ് ഈ വഖഫ് ഇല്ലാതെയാക്കുക എന്നത്. ആ ഒരു രീതിയിലേക്ക് ക്രമേണ വഖഫ് ഇല്ലാതെയാക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ, ഈയിടെ കൃത്യമായി പറഞ്ഞാൽ ഈ കഴിഞ്ഞ 2025 ഏപ്രിൽ 5-ാം തീയതി നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഒപ്പുവെച്ച ഈ വഖഫ് അമെൻമെന്റ് ആക്ടിന്റെ കോപ്പിയാണ് എൻ്റെ കയ്യിലുള്ളത്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വഖഫിനെ പറ്റി അറിയുന്നവരാണെങ്കിൽ ആ വഖഫിനെ പറ്റി അറിഞ്ഞതിൻ്റെ കൂടെ ഈ വഖഫ് നിയമത്തിലെ ഭേദഗതിയെ ശരിയായി വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും, ഇത്തരം ഒരു ആക്ടിലൂടെ വഖഫുകൾ ഇല്ലാതാക്കപ്പെടാനും വഖഫുകൾ ഇല്ലാതാകുന്നൊരു സാഹചര്യം വന്നാൽ അതോടുകൂടി ഇസ്ലാമിന്റെ ശക്തി ക്ഷയിച്ച് ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾ തന്നെ ഇല്ലാതെയാക്കാനുമുള്ള ഒരു ഗൂഢാലോചനയാണ് എന്ന് വഖഫ് എന്താണ് എന്നറിയുന്ന, ഈ വഖഫ് ഭേദഗതി എന്താണ് എന്ന് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇസ്ലാം തന്നെ ഇല്ലാതെയാക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് സംശയിച്ചു എങ്കിൽ ആ ആളെ കുറ്റം പറയാൻ കഴിയില്ല എന്ന കാര്യം ഞാൻ ആദ്യമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഈ 2025 വരെ നിലനിന്ന വഖഫ് നിയമം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വഖഫ് ആക്ട് 1995 പലപ്പോഴായി വഖഫ് നിയമത്തിൽ ഭേദഗതി വന്നിട്ടുണ്ട്. ഭേദഗതികൾ വേണ്ട എന്ന് നമ്മൾ ആരും പറയുന്നില്ല. പക്ഷേ ഇതുവരെ ഉണ്ടായിരുന്ന വഖഫ് ഭേദഗതികളൊക്കെ അത് 1995 ഭേദഗതിയാണെങ്കിലും ഇനി 2013 ഭേദഗതിയാണെങ്കിലും 1995 മുമ്പുള്ള ഭേദഗതികളാണെങ്കിലും ആ ഭേദഗതികളെല്ലാം വഖഫിനെ ശക്തിപ്പെടുത്താനുള്ളതായിരുന്നു, വഖഫ് സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താനുള്ളതായിരുന്നു, വഖഫ് പ്രോപ്പർട്ടിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളതായിരുന്നു. എങ്കിൽ ഈ 2025 പാസാക്കിയ വഖഫിനെ പ്രൊട്ടക്ട് ചെയ്യാനല്ല, മറിച്ച് വഖഫിനെ നശിപ്പിക്കാനുള്ളതാണ്. ആ വഖഫ് മറ്റുള്ളവർക്ക് കയ്യേറാൻ ഉതകുന്ന രീതിയിലുള്ള നിയമ ഭേദഗതിയാണ്. വഖഫിനെ തീർത്തും എലിമിനേറ്റ് ചെയ്യാൻ, ഇല്ലാതെയാക്കാനുള്ള ഒരു ഭേദഗതിയാണ് എന്ന് വളരെ ചുരുങ്ങിയ രീതിയിൽ കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. ഇന്ന് തന്നെ നമ്മുടെ സയ്യിദി ഉസ്താദ് അവറുകൾ അദ്ദേഹവും കൂടി നിങ്ങളെ അഭിസംബോധന ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. നോക്കൂ, നിങ്ങൾ ഈ 2025 വരെ അതിൻ്റെ മുമ്പുള്ള നിയമങ്ങളൊക്കെ വഖഫിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. എന്തേ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലും, ബ്രിട്ടീഷുകാരുടെ ശേഷം ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ പോലും ഈ വഖഫ് ശരിയായ രീതിയിൽ തന്നെ നടത്താൻ വേണ്ടിയുള്ള നിയമങ്ങൾ ഉണ്ടായത് എന്തുകൊണ്ടാണ്? മറ്റൊന്നുമല്ല, ബ്രിട്ടീഷുകാരുടെ കാലത്ത് എന്നല്ല, അതിൻ്റെ മുമ്പ് തന്നെ ഈ രാജ്യത്ത് മുസ്ലിമീങ്ങൾ ഈ രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തിൽ വലിയ സംഭാവന ചെയ്തവരാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലോകത്തുള്ള ടൂറിസ്റ്റുകൾ ഇന്ത്യയിലേക്ക് കാണാൻ വരുമ്പോൾ, ടൂറിസ്റ്റുകളായി വരുമ്പോൾ നിങ്ങൾക്കറിയാമോ എന്താണ് നിങ്ങൾ ഇന്ത്യയിൽ പോയി കാണാൻ പോകുന്നത് എന്ന് അവരോട് ചോദിച്ചാൽ അവര് ആദ്യം പറയും താജ്മഹൽ എന്ന് പറയും, രണ്ടാമത് അവർ പറയും കുത്തുബ് മീനാർ എന്ന് പറയും, മൂന്നാമത് അവർ പറയും റെഡ് ഫോർട്ട് എന്ന് പറയും,
നാലാമത് അവർ പറയും ചാർമിനാർ എന്ന് പറയും, അഞ്ചാമത് അവർ പറയും കാശ്മീർ എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, ആ രീതിയിൽ ഇന്ത്യ രാജ്യത്തേക്ക് ലോകത്തുള്ള ആളുകൾ മുഴുവൻ വരുന്നത് എന്തിനാണ് എന്ന് പരിശോധിച്ചാൽ അതിലെ 99% കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് ആണ്. ഇതിൽ ബ്രിട്ടീഷുകാർക്ക് തർക്കമുണ്ടായിരുന്നില്ല, അതിനുശേഷം വന്നവർക്കും തർക്കമുണ്ടായിരുന്നില്ല. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, ബ്രിട്ടീഷുകാർ പോലും മുസ്ലിമീങ്ങൾക്ക് അവരുടെ ശരീഅത്തനുസരിച്ച് തന്നെ ജീവിക്കാനുള്ള അവസരമുണ്ടാകണം, അവരൊരിക്കലും മുർത്തദ്ദായി പോകേണ്ട സാഹചര്യം ഉണ്ടാകരുത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് 1935 ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് എന്ന രീതിയിൽ ബ്രിട്ടീഷുകാർ നടപ്പാക്കി. 1939 അവര് DMMA ആക്ട്, ഡിസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജസ് ആക്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സ്ത്രീകൾക്ക് ഭർത്താവിന്റെ പീഡനം സഹിക്കാൻ കഴിയാതെ രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ലാതെ വന്നപ്പോൾ, അറിവ് കുറഞ്ഞതിന്റെ പേരിലാണെങ്കിൽ പോലും പല മുസ്ലിം സ്ത്രീകളും ഇസ്ലാമെന്ന് പുറത്തു പോയാൽ ഞങ്ങൾക്ക് വേറെ വിവാഹം കഴിക്കാം എന്ന് തീരുമാനിച്ചു മുർത്തദ്ദാകുന്ന അവസ്ഥ വന്നപ്പോൾ പണ്ഡിതന്മാരുമായി കൺസൾട്ട് ചെയ്ത് അന്ന് ഇംഗ്ലീഷുകാരൻ പുതിയ നിയമമുണ്ടാക്കുകയാണ്. ഹനഫി മദ്ഹബില് ഫസ്ഖ് ചെയ്യാനുള്ള വകുപ്പുകൾ വളരെ കർശനമായതിനാൽ സ്ത്രീകൾക്ക് ഫസ്ഖ് ലഭിക്കാൻ പ്രയാസമാണ് എന്ന് കണ്ടപ്പോൾ മറ്റ് മദ്ഹബുകളിലെ ഫസ്ഖ് ചെയ്യാനുള്ള ഗ്രൗണ്ടുകൾ കൂടി വളരെ കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് DMMA ആക്ട് 1939 1939 ബ്രിട്ടീഷുകാർ മുസ്ലിം സ്ത്രീകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയും കൂട്ടത്തിൽ നമ്മുടെ ദീന് അടിയുറച്ച് തന്നെ നിൽക്കുന്നവർ അവരെ നിർത്താൻ വേണ്ടിയും നിയമമുണ്ടാക്കി. ഞാൻ പറഞ്ഞത് ബ്രിട്ടീഷുകാർക്ക് വരെ മനസ്സിലായി ഈ മുസ്ലിമീങ്ങൾ ഈ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സംഭാവനകൾ മാത്രമാണോ മുസ്ലിമീങ്ങൾ ഈ രാജ്യത്തിന് ചെയ്തത്? ഈ രാജ്യത്തിന്റെ ഫ്രീഡം ഫൈറ്റിങ്ങിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾ ചരിത്ര വിദ്യാർത്ഥികളായ നിങ്ങൾക്കൊക്കെ അറിയില്ലേ, സുബ്ഹാനല്ലാഹ്, ഒരുപാട് മുസ്ലിം പണ്ഡിതന്മാരും നേതാക്കന്മാരും ഹിന്ദു സഹോദരന്മാരോടൊന്നിച്ചു നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാരെ ഈ നാട്ടിൽ നിന്ന് നാടുകടത്താൻ പൊരുതി മരിച്ചു വീണവരാണ് എന്നുള്ള വസ്തുത ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയാണ്, ടിപ്പു സുൽത്താനെ പറ്റി കർണാടക ചരിത്രകാരനായ പാലാക്ഷ എഴുതിയ ഒരു പുസ്തകമുണ്ട്. ഞാനത് വായിക്കുന്നത് ഇവിടെ 1990 ഞാൻ നേരത്തെ പറഞ്ഞ ഉറൂസിന്റെ സമയത്ത്, അന്നാണ്, ആ കൊല്ലമാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത് എന്ന് പറയുകയുണ്ടായി. പാലാക്ഷയുടെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ഇൻട്രൊഡക്ഷൻ ഓഫ് ദി വേൾഡ് ഹിസ്റ്ററി എന്നാണ്. അതിൽ ടിപ്പു സുൽത്താന്റെ ദേശീയതയും അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാരോടുള്ള വിരോധവും വളരെ കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് പാലാക്ഷ എഴുതുകയാണ്. ഐ ആം പ്രൗഡ് ടു കോട്ട് ഹിയർ. ഞാൻ ഇവിടെ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ് ടിപ്പുവിനെ. ടിപ്പു എന്ത് പറഞ്ഞതാ ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നത് എന്നറിയാമോ? അദ്ദേഹം ഈ വേൾഡ് ഹിസ്റ്ററിയുടെ ഇൻട്രൊഡക്ഷനിൽ പറയുകയാണ്, ഇറ്റ് ഈസ് ബെറ്റർ ടു ലിവ് ഫോർ 2 years ലൈക്ക് എ ടൈഗർ than live for 200 years like a lamb. ഒരു പേടിച്ചരണ്ട ആട്ടിൻകുട്ടിയെ പോലെ 200 കൊല്ലം ജീവിക്കുന്നതിനേക്കാൾ ബ്രിട്ടീഷുകാരോട് പോരാടി 2 കൊല്ലമേ ജീവിക്കാൻ പറ്റൂ എങ്കിൽ ആ 2 കൊല്ലം പോരാടി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ ടിപ്പുവിനെ ലോകമേ ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് എന്ന് എഴുതി വെച്ചത് കർണാടക ചരിത്രകാരനായ പാലാക്ഷയാണ് എന്നുകൂടി നിങ്ങൾ ഓർക്കണം. ഇനി നോക്കൂ, നിങ്ങൾ വട്ടമേശ സമ്മേളനത്തിന് പോയ മുഹമ്മദ് അലി സൂര്യനസ്തമിക്കാത്ത രാജ്യത്തിന്റെ രാജ്ഞിയുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി പറഞ്ഞത് നമ്മുടെ ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം. അദ്ദേഹം പ്രസംഗിക്കുകയാണ്, ഐ വാണ്ട് ടു ഗോ ബാക്ക് ടു ഇന്ത്യ ഇഫ് യു ക്യാൻ ഗിവ് ദി സബ്സ്റ്റൻസ് ഓഫ് ഫ്രീഡം ഇൻ മൈ ഹാൻഡ്. നിങ്ങൾ എന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം
എന്റെ കയ്യിൽ വെച്ച് തരും എന്നുറപ്പ് തരികയാണെങ്കിൽ ഞാൻ ഇനി നാട്ടിലേക്ക് തിരിച്ചു പോകുന്നുള്ളൂ. Unless you give the freedom of India in my hand, I would even prefer to die in a foreign land as long as it is a free country. നിങ്ങൾ ഞങ്ങളുടെ നാടിന് സ്വാതന്ത്ര്യം നൽകുന്നില്ല എങ്കിൽ ഒരു സ്വതന്ത്ര രാജ്യമായ വിദേശത്ത് വെച്ച് മരിക്കാൻ, ഇവിടത്തെ 6 അടി മണ്ണിൽ മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ ബ്രിട്ടീഷ് രാജ്ഞിയെ വിറപ്പിച്ചുകൊണ്ട് പ്രസംഗിച്ച മൗലാന മുഹമ്മദ് അലിയെയും സഹോദരൻ ഷൗക്കത്ത് അലിയെയും ചരിത്രം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുന്നതിൽ മുസ്ലിമീങ്ങൾ മറ്റെല്ലാവരുടെയും മുന്നിലായിരുന്നു, അല്ലാതെ ഒട്ടും തന്നെ പിന്നിലായിരുന്നില്ല. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് രാജ്യത്തിനൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തപ്പോൾ അന്ന് BR അംബേദ്കറും അന്ന് ഗാന്ധിജിയും നെഹ്റുജിയും സർദാർ വല്ലഭായ് പട്ടേലും ലാൽ ബാൽ എല്ലാവരും പ്രിയപ്പെട്ടവര്, അതില് ബാലഗംഗാധര തിലകനടക്കമുള്ള ആളുകൾ അവരുടേതായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവസാനം ഭരണഘടന ഫ്രെയിം ചെയ്തപ്പോൾ നമുക്കൊരു കാര്യം വളരെ കൃത്യമായി ബോധ്യപ്പെട്ടു. ഒരു രാജ്യം പാകിസ്ഥാൻ എന്ന പേരിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് ശരിയാണ്. ആ രാജ്യത്തേക്ക് ഇന്ത്യ രാജ്യത്തുനിന്ന് കുറെ മുസ്ലിമീങ്ങൾ പോയിട്ടുണ്ട് എന്നതും ശരിയാണ്. ആ നാട്ടിൽ നിന്ന് കുറെ ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് എന്നതും ശരിയാണ്. ഒരു കാര്യം ഞാൻ ഇവിടെ ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. മുസ്ലിമീങ്ങളോട് ഇടക്കിടക്ക് പാകിസ്ഥാനിൽ പോകണമെന്ന് പറയുന്നവരോട് ഒരു കാര്യം പറയാനുണ്ട്. പാകിസ്ഥാനിൽ ഇങ്ങോട്ട് വന്നവരോട് പോകാൻ പറയല്ലേ വേണ്ടത്, അല്ലാതെ ഈ നാട്ടുകാരോട് പാകിസ്ഥാനിലേക്ക് പോകാനാണോ പറയേണ്ടത്? പാകിസ്ഥാനിൽ വന്നവരുടെ ഒരു കണക്കെടുത്തു നോക്കിയാൽ ഇപ്പോഴും ഇന്ത്യ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ മുതുമുത്തച്ഛന്മാരായി മരിക്കാതെ ഇപ്പൊ ജീവിക്കുന്ന പല മുൻ മന്ത്രിമാരടക്കം പാകിസ്ഥാനിലേക്ക് പോവുകയോ നാട് കടത്തുകയോ ചെയ്യപ്പെടേണ്ടവരായി ഉണ്ട് എന്നതാ വസ്തുത. ഞാൻ പറഞ്ഞത് അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളെ ക്ഷയിപ്പിക്കാൻ ഒരു പാകിസ്ഥാൻ ഉണ്ടായി എങ്കിൽ നമ്മൾ ഒരിക്കലും ആ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നല്ല. ഈ വലിയ സദസ്സിനെ മുൻനിർത്തി സാക്ഷിയാക്കി ഞാൻ ഒരു കാര്യം ഇന്ത്യ രാജ്യത്തെ ഭരണാധികാരികളോട് പറയുകയാണ്. പുൽവാമയുടെ പേരിൽ കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല, ഇനി പഹൽഗാമിന്റെ പേരിലെങ്കിലും ഈ രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കാൻ സിവിലിയൻ സർവീസ് ആവശ്യമാണ് എന്ന് ഗവൺമെന്റ് ഉത്തരവിടുന്ന സാഹചര്യത്തിൽ, അഥവാ സാധാരണക്കാരായ പൊതുജനങ്ങളും കൂടി പാകിസ്ഥാനെതിരെ ഒരു യുദ്ധത്തിന് തയ്യാറാകണം എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും ആ യുദ്ധത്തിൽ മുന്നിൽ തന്നെ നിൽക്കും എന്ന് പറയാൻ കൂടി ഈ വേദി ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരിക്കലും തീവ്രവാദത്തിനോ അല്ലെങ്കിൽ ഭീകരവാദത്തിനോ അതുമല്ലെങ്കിൽ വിഘടനവാദത്തിനോ അല്ലെങ്കിൽ ഉഗ്രവാദത്തിനോ ഈ തരം വാദങ്ങൾക്കൊന്നും നമ്മൾ ഒരു കാലത്തും നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല എന്ന് മാത്രമല്ല, ഒരു ശരിയായ മുസ്ലിമിന് അത്തരം വാദങ്ങളെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയുമില്ല. ഞാൻ പറഞ്ഞതിന്റെ ഭാഗം തന്നെ തുടരട്ടെ. പാകിസ്ഥാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാജ്യം സൃഷ്ടിക്കപ്പെട്ടു എങ്കിലും കോടാനുകോടി ജനങ്ങൾ അവര് പാകിസ്ഥാനിലേക്ക് പോകാതെ ഞങ്ങൾ ജനിച്ച ഇന്ത്യ എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ മണ്ണിൽ തന്നെ ഞങ്ങൾ ജീവിക്കണമെന്നും മരിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ മരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനിലേക്ക് പോകാൻ കൂട്ടാക്കാതെ ഈ നാട്ടിൽ ജീവിച്ചവരാണ് ഇവിടത്തെ കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ. അവരൊരിക്കലും പാകിസ്ഥാനിൽ പോകേണ്ടവരല്ല. പ്രിയപ്പെട്ടവരെ, അവർ ഇവിടെ തന്നെ നിൽക്കുന്ന മറ്റാരെ പോലെയുമുള്ള തുല്യ അവകാശവും തുല്യ അവസരവും ഭരണഘടന വിഭാവനം ചെയ്യുന്ന എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും, ഞാൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് മാത്രം പറയുന്നില്ല, ഫണ്ടമെന്റൽ ഡ്യൂട്ടിയും എല്ലാം ഉള്ളവരാണ് മുസ്ലിമീങ്ങൾ എന്ന് ഞാൻ ഒന്നുകൂടി പ്രത്യേകം തന്നെ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ രീതിയിൽ ഈ രാജ്യത്തിന് വേണ്ടിയുള്ള ഫ്രീഡം ഫൈറ്റിങ്ങിൽ, സ്വാതന്ത്ര്യ സമരത്തിൽ എല്ലാം വളരെ ശക്തിയായ സേവനം ചെയ്തതുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ BR അംബേദ്കറും
നെഹ്റുജിയും അടക്കമുള്ളവർ ഈ രാജ്യത്തെ ഭരണഘടനയിൽ ആദ്യം 14 നമ്പർ അഥവാ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 14 എഴുതി വെച്ചു. ആ ആർട്ടിക്കിൾ 14 പ്രകാരം ഈ രാജ്യത്തെ എല്ലാവരും സമമാണ്. പ്രിയപ്പെട്ടവരെ, അതിന്റെ അപ്പുറം 15ഉം 16ഉം 17ഉമായി യാതൊരു വിവിധ വകതിരിവും ഈ രാജ്യത്തെ പൗരന്മാർക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുമ്പോൾ ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ ലിംഗത്തിന്റെയോ ദേശത്തിന്റെയോ ഭാഷയിലുള്ള നോക്കണം, ജാതിയുടെയോ അല്ലെങ്കിൽ ലിംഗത്തിന്റെയോ ദേശത്തിന്റെയോ പേരിൽ യാതൊരു ഇല്ല എന്ന് എഴുതി വച്ച ഉത്തമമായൊരു ഭരണഘടനയിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ ഒരു മതം ഉള്ളൂ എങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാകാൻ പാടുള്ളൂ എന്നാണെങ്കിൽ ഇങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനും ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഈ രാജ്യത്തിന് നൂറ്റാണ്ടുകളായി വലിയ സേവനം ചെയ്ത മുസ്ലിമീങ്ങൾ അടക്കമുള്ള എല്ലാ മതക്കാരും അതുപോലെ തന്നെ ഇവിടെ മറ്റൊക്കെ ഏതൊക്കെ ജാതി വ്യവസ്ഥയുണ്ടോ ആ ജാതി വ്യവസ്ഥയിൽ ഏറ്റവും താഴെ കിടക്കുന്ന ശൂദ്രനാണെങ്കിലും ഏറ്റവും മേലെയുള്ള ബ്രാഹ്മണനാണെങ്കിലും എല്ലാവർക്കും തുല്യാവകാശം നൽകുന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. ആ ഭരണഘടന ആ രീതിയിൽ നമ്മുടെ ഫാദേഴ്സ് ആൻഡ് മദേഴ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടനയുടെ ഉപജ്ഞാതാക്കൾ ആ രീതിയിൽ എഴുതി വെച്ചത് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ്. നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള വലിയ തത്വമാണ് പ്രിയപ്പെട്ടവരെ. അല്ലാമാ ഇക്ബാൽ പറയുകയുണ്ടായി, യൂനാനോ മിസ്രോ റോമ സബ് മിट गए जहां से अब तक मगर है बाकी नामो निशान हमारा मजहब नहीं सिखाता आपस में बैर रखना हिंदी है हम हिंदी है हम हिंदी है हम वतन हिंदुस्तान हमारा. ഇത് ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകും എന്നോ ഞങ്ങളെ അങ്ങനെ പറഞ്ഞയക്കാൻ പറ്റും എന്നോ ആരെങ്കിലും സ്വപ്നം കാണുന്നെങ്കിൽ അതൊരിക്കലും നടക്കുകയില്ല. ഞങ്ങൾ ഈ മണ്ണിന്റെ മക്കളാണ്. ഇവിടെ ജനിച്ചതുപോലെ ഇവിടെ ജീവിക്കുകയും ഇവിടെ മരിക്കുകയും ചെയ്യും. ഞങ്ങളെക്കാൾ ഒരു കൂടിയ അവകാശം മറ്റാർക്കെങ്കിലും മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ രാഷ്ട്രീയത്തിന്റെ പേരിലോ ഉണ്ട് എന്ന വാദം ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് ഒന്നുകൂടി ഊന്നിപ്പറയുകയാണ്. ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്ത് ഭരണം നടത്തിയിരുന്ന എല്ലാവരും എല്ലാ ജാതിക്കാരുടെയും എല്ലാ മതക്കാരുടെയും അവകാശങ്ങളൊക്കെ എഴുതി വെച്ചുകൊണ്ട് നിയമമുണ്ടാക്കിയത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14ഉം 15ഉം 16ഉം 17ഉം മാത്രമല്ല, ആർട്ടിക്കിൾ 25 വരുമ്പോൾ അതാ ഫ്രീഡം ഓഫ് ഫെയ്ത്തും അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് റിലീജിയനും എല്ലാം അടങ്ങുന്ന രീതിയിൽ ഈ രാജ്യത്ത് എല്ലാ മതക്കാർക്കും മതം ഇല്ലാത്തവർക്കും ഈശ്വരൻ ഉണ്ട് എന്ന് വാദിക്കുന്നവർക്കും ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നവർക്കുമൊക്കെ ഒരേ രീതിയിൽ സ്വാതന്ത്ര്യം നൽകുന്ന ആർട്ടിക്കിൾ 25 എങ്കിൽ ആർട്ടിക്കിൾ 26ഉം ആർട്ടിക്കിൾ 29ഉം ഒക്കെ വായിക്കുമ്പോൾ ആർട്ടിക്കിൾ 26ഉം 29ഉം എല്ലാം ഒന്ന് വായിച്ചു നോക്കൂ. ഈ വ്യത്യസ്ത ജാതിക്കാർക്കും മതക്കാർക്കും ന്യൂനപക്ഷങ്ങൾക്കുമൊക്കെ അവരുടേതായ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ സ്വത്ത് സമ്പാദിക്കാൻ, ആ സ്വത്ത് കൈകാര്യം ചെയ്യാൻ, ആ സ്വത്ത് മറ്റാർക്കെങ്കിലും കൊടുക്കാൻ ഇതിനൊക്കെ അവകാശമുണ്ട് എന്നാണ് നമ്മുടെ പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഭരണഘടനയുടെ 3ാം ഭാഗം അഥവാ നമ്മുടെ മൗലികാവകാശങ്ങളിൽ പറയുന്നത് എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ കാണിക്കുന്ന പുതിയ വഖഫ് അമെൻമെന്റ് ആക്ട് 2025 എന്ന് പറയുന്ന നിയമം ഈ മുസ്ലിമീങ്ങൾക്കുള്ള മൗലികാവകാശം ഹനിക്കുന്നതാണ്. ഭരണഘടനാ വിരുദ്ധമാണ്. കോടതിയുടെ മുന്നിൽ ഇത് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ജസ്റ്റിസ് ഖന്ന 13-ാം തീയതി
അദ്ദേഹത്തിന്റെ കാലാവധി തീരുന്നത് ആയതിനാൽ അദ്ദേഹം ഇന്നലേക്ക് പോസ്റ്റ് ചെയ്തിരുന്നു എങ്കിലും അദ്ദേഹം ഇന്നലെ സുപ്രീം കോടതിയിൽ കൂടിയ വക്കീലന്മാരോട് അദ്ദേഹം ഉള്ളു തുറന്ന് പറഞ്ഞു, ഞാൻ ഈ കേസ് കേട്ടാൽ പോലും എനിക്കിതിൽ ഒരു ഇന്ററിം ഓർഡർ പോലും പറയാൻ കഴിയില്ല. കാരണം അത്ര വിശാലമായ വിഷയങ്ങളാണ് എൻ്റെ മുന്നിലെത്തിയിരിക്കുന്നത്. 13-ാം തീയതി കാലാവധി തീരുന്ന ഞാൻ അല്പം എന്തെങ്കിലും കേട്ട് വിധി പറഞ്ഞാൽ ശരിയാവുകയില്ല. അതുകൊണ്ട് തന്നെ അടുത്ത് ആ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായി വരുന്ന മാന്യ ജഡ്ജിയും അതുപോലെ അദ്ദേഹം രൂപീകരിക്കുന്ന ബെഞ്ചും 15-ാം തീയതി മുതൽ ഈ കേസ് കേൾക്കും എന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് കേസ് മെയ് 15-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഇതിന്റെ അപകടം എന്ന് മാത്രം ഹ്രസ്വമായി സൂചിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദി ഉസ്താദ് അവറുകൾക്ക് ഞാൻ വേദി ഒഴിഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി തന്നെ നോക്കൂ നിങ്ങൾ, ഈ വഖഫ് ഭേദഗതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഇതിന്റെ സെക്ഷൻ 2 എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്. ആ സെക്ഷനിൽ പറയുകയാണ്, രേഖാമൂലം വഖഫ് ചെയ്യപ്പെട്ടിട്ടില്ല, അതേസമയം കോടതിയോ മറ്റോ ഒക്കെ അത് വഖഫിന്റെ സ്വഭാവമുള്ള സ്ഥാപനമാണ് എന്ന് വിധി എഴുതിയാൽ പോലും അത് വഖഫായി പരിഗണിക്കാൻ പറ്റില്ല എന്ന്. പഴയ കാലത്തുള്ള വഖഫുകൾക്ക് ഡോക്യുമെന്റ് തെരഞ്ഞാൽ കാണൂല എന്നതാണ് വസ്തുത. അത്തരം പല വഖഫ് സ്വത്തുകളും കേസും വ്യവഹാരവും ഒക്കെ കഴിഞ്ഞ് അത് വഖഫായി തന്നെ കോടതി വരെ പറഞ്ഞതുണ്ടാകും. എന്നാൽ അതൊന്നും തന്നെ വഖഫായി കാണാൻ സാധിക്കുകയില്ല എന്ന് പുതിയ ഭേദഗതി സെക്ഷൻ 2 പ്രത്യേകം പറയുന്നു. എങ്കിൽ അത്തരം വഖഫുകൾ വഖഫ് അല്ലാതായി മാറുകയും അത് മറ്റുള്ളവർ കയ്യേറുകയും ചെയ്യും എന്ന് വന്നാൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ആ വഖഫ് ഇവിടെ ഉണ്ടാകും. അതിന്റെ പുറമെ വഖഫിന്റെ കൃത്യമായ കണക്കെടുക്കാൻ 1995 വഖഫ് നിയമത്തിൽ ഒരു കമ്മീഷണറെ നിശ്ചയിക്കാനുള്ള വളരെ അഥവാ സെക്ഷൻ 2 പറയുന്ന ഒരു സബ് ക്ലോസ് ഉണ്ടായിരുന്നു. എന്നാൽ ആ പറഞ്ഞ സർവേ കമ്മീഷണർ വെക്കാനുള്ള അധികാരം പുതിയ നിയമത്തിൽ എടുത്തു ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ, മറ്റൊരു സംഗതി വഖഫ് ബൈ യൂസർ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഉപയോഗത്തിലൂടെ വഖഫായത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഞാൻ ആദ്യം പറഞ്ഞതുമായി ഏതാണ്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ കോടതി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സ്ഥലം പള്ളിയായി നൂറ്റാണ്ടുകളായി ഉപയോഗിച്ച് ജനങ്ങൾ നിസ്കരിച്ചു വരുന്നു. അതിന്റെ ആധാരമോ മറ്റോ കാണുന്നില്ല. പള്ളിയാണ് എന്നതിൽ ആർക്കും തർക്കമില്ല. കാരണം 5ഓ 10ഓ നൂറ്റാണ്ടായിട്ടുണ്ട് അവിടെ നിസ്കാരം നടക്കുകയാണ്. പക്ഷേ റവന്യൂ റെക്കോർഡ് കാണാനില്ല. അതുകൊണ്ട് തന്നെ വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന വഖഫാണ് എന്ന് പറയുന്ന ഭാഗം നമ്മുടെ നിയമത്തിൽ നിന്ന് പുതിയ ഭേദഗതിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മറ്റൊരു നിയമം നോക്കൂ നിങ്ങൾ, 3B എന്ന് പറയുന്ന ഒരു പുതിയ സെക്ഷൻ പുതിയ ഭേദഗതിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. 3A എന്ന് പറയുന്ന ഒരു സെക്ഷൻ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ പുതിയ ഭേദഗതിയിൽ അതാ ഒരു 3B എന്ന് പറയുന്ന ഒരു ഭേദഗതി കൊണ്ടുവന്നിരിക്കുകയാണ്. ആ ഭേദഗതി പ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാമോ? പഴയ വഖഫാണെങ്കിൽ പോലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 500ഓ 600ഓ അതിലധികമോ കൊല്ലമുള്ള വഖഫാണെങ്കിൽ പോലും ഇനി അത് വഖഫായി അംഗീകരിക്കപ്പെടണമെങ്കിൽ ഈ നിയമം വന്ന് 6 മാസത്തിനുള്ളിൽ ദ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ക്രിയേറ്റർ ഓഫ് വഖഫ്, വാഖിഫിന്റെ പേരും അഡ്രസ്സും മുഴുവൻ അപ്ലോഡ് ചെയ്യണം. മാത്രമല്ല മോഡ് ആൻഡ് ഡേറ്റ് ഓഫ് സച്ച് ക്രിയേഷൻ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 600ഓ 700ഓ കൊല്ലം മുമ്പുള്ള വഖഫ്, ആ വാഖിഫിന്റെ പേരും വേണം അഡ്രസ്സും വേണം എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ ആ വഖഫ് ചെയ്തതിന്റെ ഡേറ്റ് എന്നാണ് എന്നുള്ളതൊക്കെ
കേന്ദ്ര ഗവൺമെന്റിന്റെ ഡാറ്റാബേസിൽ അപ്ലോഡ് ചെയ്യണം എന്നാണ് പ്രിയപ്പെട്ടവരെ ഇവരുടെ പുതിയ ഭേദഗതിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അഥവാ ഇത് ചെയ്യാഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ ഇത്തരം ഡാറ്റകൾ അപ്ലോഡ് ചെയ്യപ്പെടാഞ്ഞാൽ ആ വഖഫ് അല്ല എന്ന് തീരുമാനിക്കപ്പെടുന്ന അവസ്ഥ വരും. ചുരുക്കി പറഞ്ഞാൽ ലോകത്ത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങളുടെ പുരാതന വഖഫുകൾ മുഴുവൻ വഖഫല്ലാതാകുന്ന ഒരു ഭേദഗതി വളരെ ചെറിയ ചില എഴുത്തുകളിലൂടെ ഈ നിയമത്തിൽ അതാ അവർ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. മറ്റൊന്ന് നോക്കൂ നിങ്ങൾ, ഇതേപോലെ തന്നെ സെക്ഷൻ 3-ൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഓരോ വഖഫിനെ പറ്റി മാത്രമല്ല, ഇനി മുതൽ വഖഫ് രജിസ്റ്റർ ചെയ്യണം എങ്കിൽ ആദ്യം അതിനെപ്പറ്റി വല്ല തർക്കം ഉണ്ടോ എന്ന് കലക്ടർ അന്വേഷിക്കും. ആരെങ്കിലും ഒരാൾ ഒരു വഖഫിനെ പറ്റി ഒരു തർക്കമുണ്ട് എന്ന് പറഞ്ഞാൽ മതി, ഉടനെ ഗവൺമെന്റ്, ഓരോ സംസ്ഥാനത്തെയും ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാലോ ഓരോ സമയത്തുള്ള ഗവൺമെന്റുകളുടെ സ്വഭാവം എന്താണ്. ആ ഗവൺമെന്റ് ഒരു ഉദ്യോഗസ്ഥനെ നിശ്ചയിക്കും. ആ നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥൻ ഈ വഖഫ് ഭേദഗതിയിലെ 3C എന്ന് പറയുന്ന പുതിയ ഒരു സെക്ഷൻ കൊണ്ടുവന്നതാണ്. ആ 3C എന്ന് പറയുന്ന സെക്ഷനിൽ പറയുന്നത്, ഏതെങ്കിലും ഒരു വഖഫ് ഭൂമിയെ പറ്റി ഇത് ഗവൺമെന്റ് ഭൂമിയാണ് എന്നുള്ള എന്തെങ്കിലും ഒരു റിപ്പോർട്ടുണ്ടായാൽ അന്ന് മുതൽ അത് വഖഫ് അല്ല എന്ന് തീരുമാനിക്കപ്പെടും. എന്നിട്ടൊരു ഉദ്യോഗസ്ഥനെ നിശ്ചയിക്കപ്പെടും. ആ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടിൽ വഖഫ് അല്ല എന്നുള്ള റിപ്പോർട്ടാണ് കിട്ടുന്നതെങ്കിൽ ഉടനെ തന്നെ ആ വഖഫ്, അത് മസ്ജിദാണെങ്കിലും മദ്രസയാണെങ്കിലും ഖബർസ്ഥാനമാണെങ്കിലും ഇതെല്ലാം വഖഫ് അല്ലാതായി മാറും എന്ന് പ്രത്യേകം പറയുകയാണ്. ഇനി നോക്കൂ, വഖഫിന്റെ ഭൂമി അഥവാ ഷെഡ്യൂൾഡ് ട്രൈബ് പ്രദേശങ്ങളിൽപ്പെട്ടതാണെങ്കിൽ 3E എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക വകുപ്പുണ്ട്. ഇതൊരു പക്ഷേ നമുക്ക് ബോധ്യപ്പെടൂല. ആ 3E എന്താ പറയുന്നതെന്നറിയോ? നോ ലാൻഡ് ബിലോങ്ങിങ് ടു മെമ്പേഴ്സ് ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഷെൽ ബി ഡിക്ലെയർഡ് ഓർ ഡീംഡ് ടു ബി വഖഫ് പ്രോപ്പർട്ടി. ഷെഡ്യൂൾഡ് ട്രൈബ് മേഖലയിലുള്ള പ്രോപ്പർട്ടി ഒന്നും ഒരു നിലക്കും വഖഫാവുകയില്ല. ലക്ഷദ്വീപിലേക്കൊന്ന് വന്നാൽ അവിടെ മുഴുവൻ ഷെഡ്യൂൾഡ് ട്രൈബുകളാണ് എന്ന് പറഞ്ഞാൽ ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ ആ ലക്ഷദ്വീപുകളിലെ പള്ളികളും മദ്രസകളും അടക്കം വഖഫ് അല്ല എന്ന് മുദ്ര കുത്തിക്കൊണ്ട് കയ്യേറാനുള്ള എല്ലാ വകുപ്പും ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കണം. ഞാൻ വളരെ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ മാത്രം പറയുകയാണ്. ഇനി നമുക്ക് 2 സംവിധാനങ്ങളുണ്ട്. ഒന്ന് സെൻട്രൽ വഖഫ് കൗൺസിൽ. ഈ സെൻട്രൽ വഖഫ് കൗൺസിൽ എത്ര മെമ്പർമാരാണെന്നറിയാമോ? ടോട്ടൽ 22 മെമ്പർമാരാണ്. നല്ലതുപോലെ ശ്രദ്ധിക്കണം. കേന്ദ്രം സ്ഥാപിക്കുന്ന വഖഫ് കൗൺസിൽ ആകെ വേണ്ടത് 22 മെമ്പർമാരാണ്. ആ 22 മെമ്പർമാരിൽ 8 മെമ്പർമാർ മുസ്ലിമാകണം എന്ന് നിർബന്ധം പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കും, 8 മെമ്പർമാര് മുസ്ലിമാണ് എന്ന് നിർബന്ധം പറഞ്ഞിട്ടുണ്ട്, എന്നാ പിന്നെ നമുക്കെന്താ പ്രശ്നം? 8 കഴിഞ്ഞാൽ 22-ൽ എത്ര പേരുണ്ട് പ്രിയപ്പെട്ടവരെ? 14 പേരുണ്ട്. ഈ 14 പേരും ഈ വഖഫിനെയൊക്കെ എതിർക്കുന്ന അമുസ്ലിമീങ്ങളാകാം. കുറച്ചാളുകൾ ഹിന്ദുക്കളും, കുറച്ചാള് ക്രിസ്ത്യാനികളും, കുറച്ചാളുകൾ സിഖുകാരും, അങ്ങനെ ഏതെങ്കിലും മതമുള്ളവരോ അല്ലെ മുസ്ലിം പേരുള്ള യുക്തിവാദികളോ ഒക്കെ ആയാൽ മതിയല്ലോ. ചുരുക്കി പറഞ്ഞാൽ മുസ്ലിം ആയ 8 ആൾ വരെ വല്ല യുക്തിവാദിയുമാകാൻ പറ്റും. അത് പോകട്ടെ. എന്നാൽ 14 ആളും അമുസ്ലിം ആകുന്നതിന് ഈ നിയമത്തിൽ വ്യവസ്ഥ കൊണ്ടുവന്നിരിക്കുകയാണ്. അമുസ്ലിം ആകണം എന്ന് നിർബന്ധം 2 പേരെ സംബന്ധിച്ചേ ഉള്ളൂ എങ്കിൽ, 2 പേരെ സംബന്ധിച്ച് പെണ്ണാകണം എന്ന് നിർബന്ധമുള്ളൂ എങ്കിൽ, പക്ഷേ 14 ആളും അമുസ്ലിം ആകാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ നിയമം തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു വഖഫിന്റെ തർക്കം വന്നു, കേന്ദ്ര വഖഫ് കൗൺസിലിൽ 22 ആളും വന്നു, 8 മുസ്ലിമീങ്ങൾ പറഞ്ഞു ഇത് വഖഫാണ് എന്ന് പറഞ്ഞു, 14 പേരും അമുസ്ലിമീങ്ങളാണ്, ആ വഖഫ് അല്ലാതും പറഞ്ഞു. ഈ വഖഫ് മുഴുവൻ ആ ഓരോറ്റ സിറ്റിങ്ങിൽ തന്നെ വഖഫ് അല്ലാതായിപ്പോ. സംസ്ഥാനങ്ങൾ വഖഫ് ബോർഡുകളെ പറ്റി നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ.
ആകെ 11 പേരാണ് വേണ്ടത് വഖഫ് ബോർഡുകളിൽ. ആ 11 പേരിൽ വെറും 4 പേർ മുസ്ലിമീങ്ങളാകണം എന്ന് നിർബന്ധമുണ്ട്, 2 പേര് ഹിന്ദുക്കളാകണം എന്നുമുണ്ട്. എന്നാൽ 11 പേരിൽ 4 ആള് കഴിച്ചാൽ 7 പേരും അമുസ്ലിമീങ്ങളാകാൻ പറ്റിയ രൂപത്തിലാണ് തയ്യാറാക്കപ്പെട്ടത്. അപ്പൊ വഖഫ് ബോർഡിൽ വരെ വരുന്ന തർക്കങ്ങളിൽ വഖഫ് ബോർഡിലെ മുഴുവൻ മെമ്പർമാരായ 11 പേരും ചേർന്നിരുന്നാൽ ആ 11 പേരിൽ 4 പേര് മാത്രമേ മുസ്ലിമീങ്ങൾ ഉള്ളൂ എങ്കിൽ ബാക്കി 7 പേരും അമുസ്ലിമീങ്ങളുമാകുമ്പോൾ വഖഫ് ബോർഡിനു പോലും വഖഫിന്റെ താല്പര്യം രക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ വരും എന്നതാണ് വസ്തുത. ഇങ്ങനെ വലിയ വലിയ അപകടങ്ങൾ ഇതിലുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ പുറമെ നിങ്ങൾ നോക്കൂ, ഇതിന്റെ സെക്ഷൻ 2-ൽ നമുക്കറിയാം, നേരത്തെ 95-ലെ നിയമത്തിൽ ആർക്കും വഖഫ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ 5 കൊല്ലം പ്രാക്ടീസിങ് മുസ്ലിം ആകണം എന്ന് ഷർത്ത് വെച്ചിരിക്കുകയാണ്. ഒരാൾ വഖഫ് ചെയ്തു, അയാൾ മുസ്ലിം ആണ് എന്ന് തന്നെ വെക്കുക. പക്ഷേ അയാൾ പ്രാക്ടീസിങ് മുസ്ലിമാണ് എന്ന് തീരുമാനിക്കാൻ കോടതിക്ക് എന്ത് മാനദണ്ഡമാണുള്ളത്? ആ വ്യക്തി അവിടെ വന്ന് ഞാൻ വഖഫ് ചെയ്തു, ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ കോടതിയിൽ വാദിക്കാൻ പറ്റും. ഗവൺമെന്റിന്റെ പ്രോസിക്യൂട്ടർക്കോ അഡ്വക്കേറ്റ് ജനറലിനോ വാദിക്കാൻ പറ്റും, നീ ഒരിക്കലും പ്രാക്ടീസിങ് മുസ്ലിം അല്ല എന്ന് ചോദ്യം ചെയ്ത് ഇദ്ദേഹം പ്രാക്ടീസിങ് മുസ്ലിം അല്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വഖഫ് അല്ലാതാക്കാനുള്ള എല്ലാ സംവിധാനവും ഇതിൽ പ്രത്യേകം തന്നെ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. ഇതിന്റെ സെക്ഷൻ 14, വഖഫിന്റെ 40-ാമത്തെ സെക്ഷൻ 14 ഉണ്ടായിരുന്നു നേരത്തെ. എന്ന് പറഞ്ഞാൽ ഒരു സ്വത്ത് വഖഫാണോ അല്ലേ എന്നൊരു തർക്കം വന്നാൽ അവിടെ വഖഫ് ബോർഡിന് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് ആ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള എല്ലാവിധ അധികാരങ്ങളും നേരത്തെയുള്ള വഖഫ് നിയമത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ ഈ ഭരണഘടന ഈ നിയമ ഭേദഗതിയിലെ 23-ാമത്തെ ഭേദഗതിയായി പറയുന്നത് സെക്ഷൻ 14 ഓഫ് ദി പ്രിൻസിപ്പൽ ആക്ട്സ് ഷൽ ബി ഒമിറ്റഡ് എന്ന ആ വകുപ്പ് തന്നെ ഇല്ലാതെയാക്കപ്പെട്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇനി ഒരു തർക്കം വന്നാൽ സാധാരണ വ്യവഹാരങ്ങളെപ്പോലെ കോടതി കയറി അത് സുപ്രീം കോടതിയിലൊക്കെ എത്തി തീരുമാനമാകാതെ കൊല്ലങ്ങൾ അങ്ങനെ നടക്കും. തർക്കം വന്ന അന്ന് മുതൽ കലക്ടറുടെ ഉത്തരവ് പ്രകാരം വഖഫ് ഭൂമി വഖഫ് അല്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ അനവധി വഖഫുകൾ വഖഫ് അല്ലാതായി പോകുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വഖഫ് ബില്ല് ഏതായാലും ഈ വഖഫ് നിയമം കോടതിയുടെ പരിഗണനയിലായതുകൊണ്ട് 15-ാം തീയതി കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കും എന്ന് ഉത്തരവ് ഇന്നലെ തന്നെ ഇറക്കിയതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കേസ് കൈകാര്യം ചെയ്യുന്ന വക്കീലന്മാർക്ക് നല്ലതുപോലെ വാദിക്കാനും അതുപോലെ തന്നെ ജഡ്ജിമാർക്ക് സത്യമായി മനസ്സിലാക്കി ആ സത്യത്തിനനുസരിച്ച് വിധിക്കാനും അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദു ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ഉറൂസ് മുബാറക്, ആ ഉറൂസ് മുബാറക്കിൽ വന്നുചേർന്ന നമ്മളെല്ലാവരും എപ്പോഴും ആലോചിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത നിഅമത്തുകൾക്ക് നാം എത്ര നന്ദി ചെയ്താലും മതിയാവുകയില്ല. അതുകൊണ്ട് നമ്മളോട് പരമാവധി നന്ദിയുള്ളവരായി ജീവിക്കണമെന്നും വത്തഖുല്ലാഹ മസ്തതഅ്തും എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് നിസ്കാരം ഖളാ ആക്കാതെ, നോമ്പിന്റെ സമയം വരുമ്പോൾ നോമ്പൊഴിവാക്കാതെ, പരസ്പരം തർക്കിച്ച് നിൽക്കാതെ, മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് പ്രകോപനമുണ്ടായാൽ പോലും അവരോടൊക്കെ നമ്മൾ സഹിച്ചുകൊണ്ട് പൊരുത്തപ്പെട്ടു കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കണം. നമ്മുടെ വീടുകളിൽ നമ്മുടെ ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, അവരോടൊക്കെ സൽസ്വഭാവത്തിൽ പെരുമാറണം. അങ്ങനെ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ട് നാളെ പരലോക വിജയം നേടാൻ ഇത്തരം ഉറൂസുകൾ നമുക്കൊക്കെ സഹായകമാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും ബന്ധപ്പെട്ടവരെയൊക്കെ അവന്റെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ.
എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ദുആയിലൊക്കെ ഞങ്ങളെ എല്ലാവരെയും ഓർക്കണമെന്ന് പ്രത്യേകം വസിയ്യത്ത് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു കാര്യവും കൂടി, കേരളത്തെ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ളൊരു ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കേണ്ടി വന്നു. അത് ഭംഗിയായി നിർവഹിക്കാൻ തൗഫീഖ് ഉണ്ടാകാൻ നിങ്ങൾ ദുആ ചെയ്യണം. നേരത്തെ ശിഹാബുദ്ദീൻ സഖാഫി സ്വാഗതം പറഞ്ഞപ്പോൾ നിങ്ങളെ ഉണർത്തിയിരുന്നു. അദ്ദേഹം എന്നോട് 4 ദിവസം വരണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഞാൻ അദ്ദേഹത്തോട് 1-ലധികം വട്ടം പറഞ്ഞു എനിക്ക് തീരെ വരാൻ പറ്റൂല. പക്ഷേ അദ്ദേഹം പറഞ്ഞു 1 ദിവസം തന്നെയെങ്കിലും നിർബന്ധമായും വരണം. എന്നാൽ മറ്റുള്ള ദിവസങ്ങളിൽ ഒന്നും ഒഴിവില്ലാതെ ഇന്ന് ചെറിയ